അറിയില്ലല്ലോ ഇതാരാ. ഹലോ ഹലോ, ഡെയ്സി അല്ലേ? അല്ല, സോറി, തെറ്റി വിളിച്ചതാ, റോങ് നമ്പറാ. ഇവളുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നെങ്കിൽ ബ്രോക്കർ ദ്രവ്യനോട് പറയാമായിരുന്നു. വിളിക്കാൻ കണ്ടൊരു സമയം. ഹലോ, ഞാൻ നേരത്തെ വിളിച്ച ആളാ, റോങ് നമ്പർ. വിളിച്ച സ്ഥിതിക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാതെ വീണ്ടും തെറ്റി വിളിച്ച റോങ് നമ്പർ എന്ന് പറയാതിരിക്കെങ്കിലും ചെയ്യാമല്ലോ. എന്റെ പേര് പപ്പൻ, ഡോകോമോ പപ്പൻ എന്ന് പറഞ്ഞാലേ നാലാൾ അറിയൂ. പപ്പനോ? ഇവനെങ്ങനെ എന്റെ നമ്പർ കിട്ടി? അതെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? പേര് തൽക്കാലം കുട്ടിയുടെ പേര് മാത്രം അറിഞ്ഞാ മതി. എന്റെ പേര് ബാലാമണി. പോരെ? ബാലാമണി മതി, ഇത്രേ മതി. ആ കുട്ടിയുടെ പപ്പൻ പറട്ടെ. ചേട്ടാ, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ വേണോ? നോ താങ്ക്സ്, വേണ്ട. സത്യം പറഞ്ഞ അമ്പലപ്പാട്ട് എന്നൊരു ആലോചന വന്നു അറിഞ്ഞപ്പോൾ തന്നെ ഐ ആം റിയലി എക്സൈറ്റഡ്. പക്ഷേ പെൺകുട്ടി ഊമയാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വൈകല്യം ഞങ്ങളുടെ കുടുംബക്കാരിൽ ആർക്കും തന്നെ ഇല്ല. മരുമകളായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരാൾ കുടുംബത്തേക്ക് വരാൻ പോവാണല്ലോ. മിസ്റ്റർ രവി കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ. ഐ റിയലി അപ്രീഷിയേറ്റ് മൈ സൺ. ഇത്രയും വലിയൊരു സാക്രിഫൈസ് ഇന്നത്തെ ജനറേഷനിൽ ആരും തന്നെ ചെയ്യാൻ വില്ലിങ് ആവില്ല. ഐ ആം ഷുവർ. മിസ്റ്റർ മാധവന്റെ ടൗണിലുള്ള 1.5 ഏക്കർ ഭൂമി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സെന്റിന് സർക്കാർ തന്നെ 10 ലക്ഷം വില നിശ്ചയിച്ചിട്ടുള്ള എ റിയലി ഗുഡ് പ്ലേസ്. അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ നമ്മൾ ചേർന്ന് പണിയുന്നു. മിസ്റ്റർ രവി നരേനും അതിൽ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ. വിവാഹത്തിന് മുമ്പ് തന്നെ ആ ഭൂമിയെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കണം. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ഷെയർ. അല്ലെങ്കിൽ പിന്നെ അല്ല, ഊമയായ പെൺകുട്ടിക്ക് വേണ്ടി എന്റെ മകൻ ചെയ്യുന്ന സാക്രിഫൈസിന് മുമ്പിൽ ഇതൊക്കെ എത്ര നിസ്സാരമാണ് മിസ്റ്റർ മാധവൻ. എനിക്കിടോ, എന്ത്? എനിക്ക് ഈ പ്രപ്പോസലിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് പോകാം. എന്താ ഇത്? ത്രിവേൻ, താൻ നാളെ എന്റെ ഓഫീസിലേക്ക് വരണം. എന്തിനാണ് സാർ? ഒരു അവാർഡ് തരാൻ. എന്തായാലും നിങ്ങൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അങ്കിള് പറഞ്ഞാൽ എന്താ തെറ്റ്? സ്വന്തം മകളാണെന്ന് കരുതി വൈകല്യം ഇല്ലാതാവില്ലല്ലോ. അവർ ഊമയായ ഇവളുമായി കല്യാണത്തിന് സമ്മതിച്ചു തന്നെ മഹാഭാഗ്യം. അപ്പൊ പിന്നെ അവര് പറയുന്ന ഡിമാൻഡ്സുകൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അല്ലാതെ സ്വത്ത് വീതം വെക്കാൻ ഇങ്ങനെ മടിയാണിച്ചിരുന്നാൽ? സ്വത്ത് വീതം വെക്കാൻ എനിക്കൊരു അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ മകൾ തന്നെയാണ്. നിങ്ങൾ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന സ്വത്തുമോഹികൾക്ക് ബലി കൊടുക്കാൻ എന്റെ മോളെ കിട്ടില്ല. അവളെ അറിഞ്ഞു സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ അവളെ നൽകൂ. അത് കുബേരനായാലും കൊള്ളാം, കുചേലനായാലും ശരി. ഇങ്ങനെ പിടിവാശി കാണിച്ചാ മൂത്ത് നരച്ച് നിൽക്കുകയുള്ളൂ അവളിവിടെ. അത് ഞാൻ അങ്ങ് സഹിച്ചു. എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ അവളെ സംരക്ഷിക്കും. മരിച്ചു പോയാലും അവൾക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സ്വത്തൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ വിവാഹം നടക്കാതെ പോയാൽ അത് അവളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. എന്നിരുന്നാലും വിവാഹ കമ്പോളത്തിൽ ഒരു വിൽപ്പന ചരക്കാക്കി വില പേശി വിൽക്കേണ്ട ഗതികേട് ഞാൻ അവൾക്കുണ്ടാക്കില്ല. അതുറപ്പ്. അതിനുവേണ്ടി ആരും ഇവിടെ ശിവരാത്രി നോക്കുകയും വേണ്ട. മോളെ, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തും. അതിന് നിന്റെ മാത്രം സപ്പോർട്ട് മതി. അതെന്നും ഉണ്ടാവില്ല എനിക്ക്. May I come in, sir? Come in. ഇരിക്കേ. ഒരു അവാർഡ് തരാമെന്ന് പറഞ്ഞിരുന്നു. താൻ കൊണ്ടുവരുന്ന ആലോചനകൾ വെച്ച് നോക്കുമ്പോൾ തനിക്ക് തരേണ്ടത് പേവാർഡാണ്. ഞാനത് ഊഹിച്ചു.
ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഇതുപോലുള്ള ആർത്തിപ്പണ്ടാരങ്ങളുടെ പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ തൻ്റെ കയ്യിൽ? അയ്യോ സാറേ, ഇതിന്റെ പിന്നിൽ ഞാനല്ല, സാറിന്റെ അളിയനും മകനും കണ്ടെത്തിയ പാർട്ടിയാ. ഞാൻ അതിൽ വെറും ഒരു ഇടനിലക്കാരനായി, അത്രമാത്രം, സത്യം. പിന്നെ സാറ് പറഞ്ഞ പോലെ സ്നേഹസമ്പന്നന്മാരായ മിടുക്കം പയ്യന്മാരുണ്ട്. പക്ഷെ ഗിയർ 3-ലോ 4-ലോ ആക്കേണ്ടി വരുമെന്ന് മാത്രം. എന്ന് വെച്ചാ ചിക്കിലി അത് കുറയും. ഈ സ്നേഹ സോസ് കൂടുന്തോറും സാമ്പത്തിക സോസ് കുറയും. ഈ സാമ്പത്തിക സോസ് കൂടുന്തോറും സ്നേഹ സോസ് കുറയും. അതാണ് അതിന്റെ ഒരു ഡെക്വർത്ത് ലൂയിസ് നിയമം. കാശുണ്ടാക്കിയാൽ ഉണ്ടാവും, പക്ഷേ കുടുംബമഹിമയും ആത്മാർത്ഥതയും സ്നേഹവും ഒന്നും അങ്ങനെയല്ല, ജന്മനെ തന്നെ ഉണ്ടാവണം. താൻ പറഞ്ഞ ഈ ലിസ്റ്റിൽ കൊള്ളാവുന്ന പയ്യന്മാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് സാർ. ഒരു അടിപൊളി പയ്യനുണ്ട്, ഖെയ്ത്താൻ ഫാം പോലെ. സ്നേഹം മാത്രം ധാരാളം. ആരാണ് അയാൾ? സംസാരശേഷിയുണ്ട്, പക്ഷെ യേശുദാസ് അല്ല. തീരെ മിണ്ടുകയുമില്ല, പക്ഷെ ഊമയുമല്ല. താൻ എന്താ കടങ്കഥ പറയാ? കടം ഒരുപാടുള്ളവരുടെ കഥയാണ് സാർ. പേരുണ്ണികൃഷ്ണൻ, ഒരു സ്കൂൾ അധ്യാപകന്റെ മകൻ. സുന്ദരൻ, സൽസ്വഭാവി. സ്കൂളിലെ പിയൂണാണ്, മനേടിയാണ്. അതാണ് മണി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ചില ദോഷൈക്യ ദിക്കുകൾക്ക് വേണമെങ്കിൽ പറയാം, ആംപ്ലിഫയറിന് ചെറിയ തകരാറില്ലെന്ന്. മനസ്സിലായില്ല. അവന്റെ മനസ്സ് പോലെ തന്നെയാണ് സാർ അവന്റെ ശബ്ദവും. ഒരൽപ്പം മൃദുലമാണ്, തുഞ്ചൻ പറമ്പിലെ തത്തയെ പോലെ. ഹൃദ്യമായ ഒരു കിളിക്കൊഞ്ചൻ. ഒരു വിവാഹ ജീവിതത്തിൽ സ്വരച്ചേർച്ചയാണല്ലോ മുഖ്യം. എന്താ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ? ഒരൽപ്പം. ഒന്ന് ആലോചിച്ചാൽ അത് നന്നാവും തോന്നുന്നു. എന്തെങ്കിലും ഒരു കുറവുള്ള ആളാവുമ്പോൾ ഗൗരിയെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. എന്തായാലും അവർ വന്നൊന്ന് കാണട്ടെ, നമുക്ക് നോക്കാം. കാണിച്ചല്ലേ. ഒന്നും പറയണ്ട എന്റെ ഉണ്ണിയമ്മേ, മുട്ടിന് കീഴ്പോട്ട് ഭയങ്കര വേദനയാ, കാലനക്കാൻ മേല. നിനക്ക് മുട്ടിനല്ലേ? നിനക്ക് ലോട്ടറി അടിച്ചതാ. കനകധാര. എവിടെ എന്റെ ആരോമൻ ഉണ്ണിക്കണ്ണൻ? സത്യമാണോടാ? സത്യമാണോന്നോ? മിനിമം 101 പവൻ അടിച്ചത്. ക്യാഷ് പ്രൈസ് വേറെയും. ലോട്ടറി അതിന് ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇത് എടുത്തില്ലെങ്കിലും അടിക്കുന്ന ലോട്ടറിയാ. സമയമാവുമ്പോ ദൈവം തന്നെ ഈ ഭാഗ്യക്കുറി കൈകൊണ്ടു തരും. ഇതാണ് ആ ഭാഗ്യക്കുറി. തലക്കുറി ജാതകം. നിന്റെ ജാതകം തന്നെ മാറ്റി എഴുതാവുന്ന ജാതകം. ഓ, കല്യാണാലോചന. അതായിരുന്നോ? കാലമടൻ കല ഉടച്ചു. അമ്പലപ്പാട്ട് ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടോ? വേണ്ട. അമ്പലപ്പാട്ട് കൺസ്ട്രക്ഷൻ അതും വേണ്ട. ഈ ചാനലുകാരുടെ പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിക്ക് ഇവരുടെ ഫ്ലാറ്റാ കൊടുത്തത്. ഒന്നിങ്ങ് വന്നേ. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഏത്? മ്യൂസിക് ഷോപ്പിൽ വെച്ച് കണ്ട. എടാ, അകലുള്ള ഐശ്വര്യയേക്കാൾ നല്ലതല്ലേ അടുത്തുള്ള ബിന്ദു പണിക്കരി? അത് വിട്, ഇത് പിടിക്ക്. എന്താ? ജാതകം ഞാൻ നോക്കിച്ചു. 10-ൽ 8 പൊരുത്തം. മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നാലും വലിയ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന എന്നൊക്കെ പറയുമ്പോ, വലിയ കുടുംബത്തിൽ ജനിച്ചത് അവളുടെ കുറ്റമാണോ ഉണ്ണിയമ്മേ? അവർക്ക് ഇന്ന് കാണുന്ന സ്വത്തും മഹിമയൊന്നും ഉണ്ടായിട്ട് അധികകാലമായിട്ടില്ല. ഒരു ചെറ്റക്കുട്ടിലായിരുന്നു മാധവൻ നായർ ജനിച്ചത്. സ്വന്തം പ്രയത്നം കൊണ്ട് പടിപടിയായി ഉയർന്നു. നല്ല തങ്കപ്പെട്ട മനസ്സുള്ള ആളാ. വന്ന വഴി മറന്നിട്ടേയില്ല. അങ്ങനെ എളുപ്പം മറക്കാതിരിക്കാൻ ദൈവമായിട്ടൊരു അടയാളവും നൽകി. ആ പെൺകുട്ടിക്ക് ശേഷിയില്ല. സംസാരശേഷിയില്ല. ഊമയാ. ഊമയാണെങ്കിൽ എന്താ? ഭർത്താവിനോട് ഒരക്ഷരം കയറി സംസാരിക്കില്ല. അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കൊഴയില്ല. അമ്മായിയമ്മയോട് പോരിന് വരില്ല. മൊബൈൽ ഫോൺ ലൈഫ് ടൈമിൽ വേണ്ട. മാത്രമോ സ്വന്തം ഭാര്യ ഒരു ഊമയായി കിട്ടാൻ വേണ്ടി ലോകത്തുള്ള സകല ഭർത്താക്കന്മാരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കാലമാണിത്. ആ സമയത്ത് കല്യാണത്തിന് മുമ്പ് തന്നെ നിനക്ക് ഒരു ഊമയായ ഭാര്യയെ കിട്ടി. നീ ഭാഗ്യവാനാടാ. കൺഗ്രാജുലേഷൻസ്. എന്നാലും ഈ ഊമയെന്ന് പറയുമ്പോ ഊമ ഒന്നും പറയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവര് ഊമയെന്ന് പറയുന്നത്. എടാ കോന്ത, നിന്റെ കല്യാണം നടക്കാത്തത് എന്താ? പെണ്ണ് കാണൽ സമയത്ത് പെണ്ണുമായിട്ട് നിന്റെ ഒരു പേഴ്സണൽ ടോക്ക് അതല്ലേ എല്ലാം കുളമാക്കുന്നത്. ഇവിടെ അതിന്റെ കാര്യമില്ലല്ലോ. അവൾ ഊമയാണല്ലോ. എന്നാലും നിന്റെ ജീവിതത്തിലെ വില്ലനാണ് നിന്റെ ശബ്ദം. അവളുടെ ജീവിതത്തിലെ വില്ലൻ ശബ്ദമില്ലായ്മയും. നെഗറ്റീവും ചേർന്നാൽ പോസിറ്റീവ്. എന്ന് വെച്ചാ എടാ, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കനാണ് രാജാവ്. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത അവളുടെ മുന്നിൽ അല്പം ട്രബിൾ ആണെങ്കിലും ശബ്ദമുള്ള നീയാ രാജാവ്. അതുകൊണ്ട് തന്നെ നിന്നെ അവൾ സ്നേഹിക്കും, ബഹുമാനിക്കും. അവൾക്ക് കാശുണ്ട്, നിനക്ക് കാശില്ല. പക്ഷേ ആണെങ്കിലും നിനക്കൊരു ശബ്ദമുണ്ട്, അവൾക്ക് ശബ്ദമേ ഇല്ല. അതാണ് സൗണ്ട് ഫിനാൻസ്. അപ്പൊ ഇവൻ ഓക്കെ. ഇനി നിങ്ങൾ എന്ത് പറയുന്നു?
എന്തൊക്കെയായാലും അത് ശരിയാവില്ല ദ്രവ്യ. ഊമയായതുകൊണ്ടാണോ? അതൊക്കെ ദൈവനിശ്ചയല്ലേ. പക്ഷെ വലിയ വീട്ടിലെ പെൺകുട്ടികളാവുമ്പോ ഗർവ് ഇത്തിരി കൂടും. നമ്മളൊക്കെ ആയിട്ട് ഒത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടാവും. അമ്മേ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ പറയാറ്? സ്ത്രീത്വം തുളുമ്പുന്ന ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി അമ്മക്ക് പറയാൻ കഴിയുമോ ഈ കുട്ടിക്ക് ഗർഭമുണ്ടെന്ന്? അല്ല, ഗർവുണ്ടെന്ന്? ഹായ്, നല്ല സുന്ദരി കുട്ടി. നോക്ക് ചേട്ടാ. ദേ, എന്താ